വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു Q&A സെക്ഷനാണ്. അപ്പം അതിനകത്തോനും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പോവാം. എന്താ ഭാഗത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? മാഹിയുടെ ഏജാണ് ചോദിച്ചിരിക്കുന്നത്. മാഹിക്ക് ഇപ്പോൾ 18 വയസ്സുണ്ട്. മാഹിക്ക് മെയ് 24 ആകുമ്പം 19ാമത്തെ വയസ്സ് തുടങ്ങും അല്ലേ? അങ്ങനെയല്ലേ? തുടങ്ങും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അപ്പൂസിന്റെ ജോബ് എന്താണെന്നാണ്. എൻ്റെ ജോബ് എന്താണെന്നാണ്. ഇപ്പം ഞാൻ ജോബിനൊന്നും പോണേന്നുമില്ല. ഇപ്പം ഞാൻ ഡിഗ്രി ചെയ്യുവാണ്. ഫസ്റ്റ് ഇയർ എക്സാം മാർച്ച് ലാസ്റ്റാണ്. ഫസ്റ്റ് സെം എക്സാം അല്ല, മാർച്ച് ലാസ്റ്റാണ്. അപ്പോൾ ജോബിനൊന്നും പോണില്ല, വീട്ടിൽ തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ എല്ലാ വീഡിയോസിലും വരുന്ന ഒരു ചോദ്യം തന്നെയാണ്, സൺസ്ക്രീൻ ഏതാണ് യൂസ് ആക്കുന്നതെന്ന്. സൺസ്ക്രീൻ അല്ലടി, സൺസ്ക്രീൻ. സപ്പോസ് ഇങ്ങനെയുള്ള ചില വേർഡ്സ് ഒന്നും തിരിയാറില്ല. അത് നിങ്ങൾക്ക് എല്ലാവരും കാണുമ്പോൾ ശ്രദ്ധിക്കണം. സൺസ്ക്രീൻ സൺസ്ക്രീൻ തന്നെ ഞാൻ പറഞ്ഞു. സൺസ്ക്രീം എന്നാണ് നീ പറഞ്ഞത്. സൺസ്ക്രീൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാ സൺസ്ക്രീൻ? നമ്മൾ ലാക്മിയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യും, പിന്നെ അക്വാളജിക്കയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യും. അങ്ങനെയൊന്നുമില്ല, ലാക്മി, അക്വാളജിക്ക, മിനിമലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് യൂസ് ആക്കുന്നത്. പിന്നെ ഉള്ള ചോദ്യം എന്ന് വെച്ചാൽ ഹെയറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹെയറിൽ അപ്പോസിന് ഞാൻ റീബോണ്ടിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവർക്ക് ചെയ്യുന്നതിന് പകരം വേറെ ആർക്കെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ഞാൻ എണ്ണ തേച്ചു ഒരു 1 ഇയർ പോലും അവൾ ആ ഹെയർ കെയർ ചെയ്തില്ല. അപ്പോഴേ തന്നെ ഒരു 2 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പോയി. ഇപ്പം അവളുടെ നോർമൽ ഹെയറിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പം ഉള്ളത്. അവൾക്ക് അതാണ് ഇഷ്ടം. പക്ഷെ അതായിരുന്നു നല്ലതെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ എൻ്റെ ഒറിജിനൽ ഹെയർ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ബ്രദർ കമ്മിറ്റഡ് ആണോ? അവൻ കമ്മിറ്റഡ് ആയിരുന്നു. ഇപ്പം അവൻ ആ കുട്ടീനെ തേച്ചു, അതുകൊണ്ട് അവൻ കമ്മിറ്റഡ് അല്ല. ഇപ്പം അവൻ സിംഗിളാണ്. പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല ഗൈസ്. പക്ഷെ നല്ല ദൂരമുള്ള സ്ഥലത്തായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് റെഡി വിത്ത് മീ ചെയ്യാവോ? ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാവോ എന്നാണ് അടുത്ത ചോദ്യം. ഇൻഷാല്ലാ എന്തായാലും ചെയ്യാം. പെരുന്നാളെല്ലാം വരുന്നതൊക്കെ ചെയ്യാം. അടുത്ത മാഹിയെ പറ്റി പറയാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അവനെ പറ്റി പറയാനേ ഉള്ളൂ. പറഞ്ഞാലും വീഡിയോ തീരൂല. അകത്തന്നെ തന്നെ പറയാം. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവർക്കൊന്നും പറയാൻ കാണത്തില്ല. നല്ല അനിയനാണ്, പാവമാണ്. ഒരു ദേഷ്യം കൂടുതലാണ്. എൻ്റെ പൊന്നോ, ഭയങ്കര ദേഷ്യമാണ് ഗൈസ്. പിന്നെന്തുവാ, അവന് കൂടുതലും താല്പര്യം ഇങ്ങനെ മോഡലിങ്ങിനാണ്. ഹെയർ, സ്കിന്ന് അങ്ങനെയുള്ള കൂടുതൽ ഇഷ്ടം. പിന്നെന്തുവാ, പാവമാണ്. ചില സമയത്ത് ഭയങ്കര പാവമാണ്, പക്ഷെ ഇടയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അടികൂടും, എപ്പോഴും അടികൂടും. ഞാനാണ് അവൻ്റെ ഇപ്പോൾ ഉള്ള അപ്പൂസ് ഉണ്ടെങ്കിലും അപ്പൂസിനോട് പെട്ടെന്ന് മിണ്ടും. ഞാനാണ് അവനെ എന്നോടെയാണ് പൊതുവെ, കാരണം ഞാൻ എപ്പോഴും അവന് എതിരായിട്ടേ സംസാരിക്കും. അതുകൊണ്ടാണ് അവനെന്നെ ഇഷ്ടമല്ലാത്തത്. പിന്നെ ഞങ്ങളുടെ പ്ലേസ് ഡിസ്ട്രിക്റ്റ്, ഞങ്ങളുടെ പ്ലേസ് പരവൂർ കൊല്ലം ഡിസ്ട്രിക്റ്റും പരവൂർ പ്ലേസ് വരുന്നത്. പിന്നെ ബേബി പ്ലാനിങ് ഉണ്ടോ? ബേബി പ്ലാനിങ് ഇല്ല. ഇനി അടുത്ത ചോദ്യം പാത്തുവിൻ്റെ മാരേജ് എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അവളോട് തന്നെ ചോദിക്കുക, എന്നാ അതിൻ്റെ മാരേജ്? എൻ്റെ മാരേജ് ഇപ്പോൾ ഒന്നും ഇല്ല ഗൈസ്. ഒരു 27, 28, 29 അതിന് മുന്നായിട്ട് എന്തായാലും നമ്മൾ നടത്തിയിരിക്കും. 27. കാരണം ഇപ്പം ഇനി 1 വർഷം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പഠിത്തം കഴിയത്തുള്ളൂ. പിന്നെ അത് ഇനി ഒരു ജോബൊക്കെ ആയിട്ട് അത് സെറ്റിലായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ ഗൈസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക്, ബ്രദർ പഠിക്കുവാണോ? ഇല്ല, അവൻ +2 കഴിഞ്ഞു. +2 1-2 സപ്ലൈ എന്തോന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കാൻ കയറത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ കയറത്തുള്ളൂ. പിന്നെ വാപ്പ എന്താ വീഡിയോയിലൊന്നും കാണാം? ഉപ്പാൻ്റെ വീഡിയോ. വാപ്പ മരണപ്പെട്ടിട്ട് 3 വർഷം കഴിഞ്ഞു. കോവിഡ് വന്നിട്ടായിരുന്നു വാപ്പ മരിച്ചത്. അപ്പോഴത്തേക്ക് വീഡിയോയിൽ ഞാൻ അതുകൊണ്ടാണ് വാപ്പയെ പറ്റി ഞങ്ങൾ പറയാത്തയും. ഭയങ്കര ബാഡാവും വാപ്പയെ പറ്റി പറയുമ്പോൾ, അതുകൊണ്ടാണ് പറയാത്തത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക്
സ്കിൻ കെയർ എന്താ? ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നില്ല, അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അവളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എന്നും ചെയ്യും ഗൈസ്. അത് എന്നും ചെയ്യും. സ്കിൻ കെയർ എന്നും ചെയ്യും. പിന്നെ എന്തോ ഇപ്പോൾ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നില്ല, എന്തോ നോക്കൂ, ABC ജ്യൂസ്. എന്തൊക്കെയാണ് ജ്യൂസൊക്കെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻട്രൊഡ്യൂസ് യുവർ ഫാമിലിയാണ്. ഇപ്പം പറഞ്ഞോടാ. നമ്മുടെ വീട്ടിൽ ഉമ്മി, ഉമ്മയുടെ ഉമ്മ, ഉമ്മയുടെ വാപ്പ, ഇക്ക, അനിയൻ, 5 പേരാണുള്ളത്. പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ ഇക്കാൻ്റെ ഉമ്മ, വാപ്പ, 2 ചേട്ടന്മാർ, അവരുടെ വൈഫ്, അവരെ 3 പിള്ളേർ, ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അടുത്ത ദിവസം ഗൾഫ് പോകുന്നുണ്ടോ? അപ്പം ഗൾഫിൽ ഇപ്പം ഇനി പോണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ പോകണം. നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം. നമുക്ക് ഡ്രീം പ്ലേസ് ചെയ്താണെന്നില്ല. അതെൻ്റെ ദുബൈ തന്നെ ആയിരുന്നു, ദുബൈയിലായിരുന്നു. ഇപ്പം ദുബൈയിൽ പോയി, അപ്പം അതൊക്കെ കഴിഞ്ഞ്. പിന്നെ ഉമ്മയുടെ നെയിമും പാത്തുവിൻ്റെ ഫുൾ നെയിം എന്തുവാണ്? ഉമ്മാൻ്റെ പേര് ജാസ്മിൻ, പിന്നെ എൻ്റെ പേര് ഫാത്തിമ ജെ ജാസ്മിൻ. എൻ്റെ അൽഫിയ ജെ ജാസ്മിൻ. മാഹിൻ്റെത് മാഹീൻ അബൂബക്കർ എ അജിമോൻ. അടുത്ത് പാത്ത് പഠിക്കുവാണ്. അതെ, ഞാൻ കോസ്മെറ്റോളജി പഠിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ബിടെക് തേർഡ് ഇയർ ആണ്. ബിടെക് തേർഡ് ഇയർ പഠിക്കുന്നു, ലാസ്റ്റ് സെമ്മ്. ഇനി അതുകൂടെ കഴിഞ്ഞാൽ ഞാൻ 4th ഇയർ ഓഫ് ഗൈസ്. പിന്നെ അതിന് നിങ്ങൾ ആരാ എൽഡറും എന്ന്? ഞാനാണ് എൽഡർ. ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് മായി. 3ാമത്തെയാണ് മായി. ഞാൻ മൂത്തത്, അപ്പോസ് 2ാമത്തത്, മായി 3ാമത്തത്. SLC ആൻഡ് +2 റിസൾട്ട് പറയൂ. പാത്തുവിൻ്റെയും അൽഫിയുടെയും. എനിക്ക് 10-ലെന്തോ 5 A+ ആയിരുന്നു. പിന്നെ Aയും B ഒക്കെ ആയിരുന്നു. പാത്തുവിന് ഫുൾ A+. എനിക്ക് +2 എന്താ ഒരു Aയും. +2 ഗ്രേഡൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് എന്തായാലും 900 സംതിങ് അടുപ്പിച്ചു. 800 സംതിങ് അടുപ്പിച്ചു. +1 എന്തിനാ ഉഴപ്പി ഗൈസ്? +1 എനിക്ക് മാർക്ക് നല്ല കുറവായിരുന്നു. അതിനൊരു കാരണമുണ്ട്. പിന്നെ +2 നമ്മളെ ലൈഫിൽ ഒരു പാർട്ട്ണർ കയറി വന്നു, അതുകൊണ്ടാണ് കാരണം. +2 വെച്ച് പഠിക്കാൻ നോക്കി, പക്ഷേ വിചാരിച്ച അത്ര കയറി വരാൻ പറ്റിയില്ല. എനിക്ക് 1000 സംതിങ് 1000 ഇത്രയോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 80% എബവ് ഉണ്ടായിരുന്നു എന്തായാലും. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചെറിയ എടുത്തിട്ടുള്ളൂ, കാരണം വീഡിയോ കുറച്ച് ലെങ്ത് ആയാൽ നിങ്ങൾ തന്നെ കണ്ടിരിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നിർത്തിപ്പോകും. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. വീഡിയോ ഒത്തിരി ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്ത കോളേജിലോട് ചെല്ലുമ്പം എന്നെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ട്രോളോളെ, അതുകൊണ്ടാണ് അവള് വീഡിയോയിൽ വരാത്തത്. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം, മായിനെയും കൊണ്ട് ചെയ്യിപ്പിക്കാം. അവൾ ഇവിടെ ഇല്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.